بسم الله الرحمن الرحيم وإنا لجاعلون ما عليها صعيدا جرزا أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا فضربنا على آذانهم في الكهف سنين عددا ثم بعثناهم لنعلم أي الحزبين أحصى لما لبثوا أمدا نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم إن الله يأمركم أن تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس أن تحكموا بالعدل إن الله نعم ما يعظكم به إن الله كان سميعا بصيرا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മുസ്ലിമിൻ്റെ ഒരു ദിവസം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ നിത്യവൃത്തിക്ക് വേണ്ടി പുറപ്പെടുന്ന കുടുംബനാഥൻ എല്ലാ ദിവസവും തൻ്റെതായ ഡ്യൂട്ടിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ നായകൻ, കുടുംബനാഥൻ, അദ്ദേഹം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ സമയത്തിൽ പറയുവാനും വിശദീകരിക്കുവാനും ഉദ്ദേശിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നല്ലത് പറയുവാനും കേൾക്കുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ,
നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് നമ്മെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി അധ്വാനിക്കുക, പരിശ്രമിക്കുക, തൊഴിലെടുക്കുക എന്നത്. വീട്ടിൽ നിന്ന് ജോലിസ്ഥലത്തേക്ക് പുറപ്പെടുന്ന ഒരു മുസ്ലിം ദിനേന എന്നോണം അവന് അഭിമുഖീകരിക്കാനിരിക്കുന്ന അവന്റെ തൊഴിൽ മേഖല വളരെയേറെ സൂക്ഷ്മതയോടുകൂടെയാണ് അവൻ കൈകാര്യം ചെയ്യേണ്ടത്. ബിസിനസ്സുകാരുണ്ട്, കച്ചവടക്കാരുണ്ട്, അതുപോലെ തന്നെ അതല്ലാത്ത മറ്റു ഫാക്ടറികളിലും കമ്പനികളിലും സ്ഥാപനങ്ങളിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും ഇതര സ്ഥാപനങ്ങളിലുമൊക്കെ ഡ്യൂട്ടികൾ നിർവഹിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ് നാം ഓരോരുത്തരും. പഠനത്തിന് വേണ്ടി പുറപ്പെടുന്നവരും പഠിപ്പിക്കാനിറങ്ങുന്നവരും അങ്ങനെ ജീവിതത്തിന്റെ വൈവിധ്യമാർന്ന മേഖലകളിലൂടെ നാം ഏവരും നമ്മുടെ ഡ്യൂട്ടികളും ഉത്തരവാദിത്തങ്ങളും ദിനേന നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. എല്ലാവരും വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പരമപ്രധാനമായ കാര്യമാണ് അമാനത്ത് കാത്തുസൂക്ഷിക്കുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു അമാനത്താണ് നാം ഏറ്റെടുത്തിട്ടുള്ള ഏത് ജോലിയും കൃത്യമായും ഭംഗിയായും ആത്മാർത്ഥമായും നിർവഹിക്കുക എന്നത്. ഒരു മുസ്ലിം തൊഴിലെടുക്കുമ്പോൾ മറ്റുള്ളവരെ പോലെ ആകാൻ പാടില്ല. അവന് അവന്റേതായ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. തന്റെ അമാനത്തുകൾ ചോദ്യം ചെയ്യപ്പെടുമെന്ന ഉത്തമമായ ബോധ്യത്തോടുകൂടെയാണ് ഒരു മുസ്ലിം അവന്റെ പണിസ്ഥലത്തേക്ക്, അവന്റെ ജോലി സ്ഥലത്തേക്ക്, അവന്റെ ഡ്യൂട്ടി മേഖലയിലേക്ക് ഇറങ്ങി പുറപ്പെടേണ്ടത്. അള്ളാഹു വളരെ ഗൗരവത്തോടുകൂടെ പറഞ്ഞിട്ടുള്ളതാണ് അമാനത്തിനെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്നത്. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. നിശ്ചയമായും അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു അമാനത്തുകൾ നിങ്ങൾ കൊടുത്തു വീട്ടണമെന്ന്. ഇലാ അഹ്ലിഹാ, അതിൻ്റെതായ അവകാശികൾക്ക്. വൈദാ ഹകംതും ബൈനന്നാസി, ജനങ്ങൾക്കിടയിൽ നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുമ്പോൾ അൻ തഹ്കുമൂ ബിൽ അദ്ൽ, നീതിയുടെ ഭാഗത്ത് നിലകൊണ്ടുകൊണ്ട് നീതിയോടുകൂടെ നിങ്ങൾ വിധിക്കണമെന്നതും. എന്നിട്ട് അല്ലാഹു പറയാണ് ഇന്നല്ലാഹ നിഅമ്മാ യഇലുകും ബിഹി, അല്ലാഹു എത്ര നല്ല ഉപദേശം കൊണ്ടാണ് നിങ്ങളെ ഉപദേശിക്കുന്നത്. ഇന്നല്ലാഹ കാന സമീഅൻ ബസീറാ, നിശ്ചയമായും അല്ലാഹു എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ്. അമാനത്തുകൾ കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞിടത്ത്, അമാനത്തുകൾ അതിന്റെ അവകാശികളോട് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞിടത്ത് അല്ലാഹു ആ കാര്യം അവസാനിപ്പിച്ചത് നിങ്ങൾ ശ്രദ്ധിക്കണം. അള്ളയെല്ലാം കേൾക്കുന്നുണ്ടെന്ന ബോധം നിങ്ങൾക്ക് വേണം. നിശ്ചയമായും അല്ലാഹു സമീആണ്, എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. തൊഴിൽ മേഖലയിൽ എല്ലാ മുസ്ലിമിന്റെ മനസ്സിലും ഉണ്ടാകേണ്ടുന്ന ഒരു വചനമാണത്. ഇന്നല്ലാഹ കാന സമീഅൻ ബസീറാ, നിശ്ചയം അല്ലാഹു എല്ലാം കേൾക്കുന്നുണ്ട്, അള്ളയെല്ലാം കാണുന്നുണ്ട്. ആ ബോധത്തോടുകൂടെ ആയിരിക്കണം മുസ്ലിം അവന്റെ ഡ്യൂട്ടിയുടെ എല്ലാ മേഖലകളിലും അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കേണ്ടത്. ഒരു മുസ്ലിമിന്റെ തൊഴിലും അവന്റെ പ്രവർത്തനങ്ങളും ഡ്യൂട്ടിയും നിത്യവൃത്തിയും ഒക്കെ പറയുമ്പോ നമ്മുടെ മനസ്സിൽ ഇതെപ്പോഴും വേണം, റബ്ബ് എല്ലാം കേൾക്കുന്നുണ്ട്, റബ്ബ് എല്ലാം കാണുന്നുണ്ട്. മേലുദ്യോഗസ്ഥൻ കാണുന്നുവോ കേൾക്കുന്നുവോ എന്നതല്ല എന്റെ വിഷയം. മേലുദ്യോഗസ്ഥൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലേ എന്നതല്ല എന്റെ വിഷയം. ഞാൻ ഏറ്റെടുത്ത അമാനത്ത് കാത്തു സൂക്ഷിക്കുന്നുണ്ടോ, ഞാൻ ഏറ്റെടുത്തത് പാലിക്കുന്നുണ്ടോ, അതിൽ വഞ്ചന വരുത്തുന്നുണ്ടോ എന്നത് ആരറിഞ്ഞിട്ടില്ലെങ്കിലും, മേലുദ്യോഗസ്ഥൻ അറിഞ്ഞിട്ടില്ലെങ്കിലും, ക്യാമറയിൽ പതിഞ്ഞിട്ടില്ലെങ്കിലും, മറ്റേത് സംവിധാനത്തിലില്ലെങ്കിലും എന്റെ റബ്ബ് എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട് എന്ന ബോധമാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ, തൊഴിൽ മേഖലയിൽ മാത്രമല്ല അവന്റെ 24 മണിക്കൂർ ജീവിതത്തിലും ഓരോ ദിവസത്തിലും അവന്റെ മനസ്സിൽ ഇങ്ങനെ മിന്നിമറയേണ്ടത്. അല്ലാഹു തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂനുല്ലാഹ വറസൂല വതഖൂനൂ അമാനാതികും വഅൻതും തഅലമൂൻ. സൂറത്തുൽ അൻഫാലിലെ 27-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ വഞ്ചിക്കരുത്,
അഥവാ അല്ലാഹ് നിങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ നിങ്ങൾ വഞ്ചന നടത്തരുത്. വറസൂല, റസൂലിനെയും നിങ്ങൾ വഞ്ചിക്കരുത്. അഥവാ റസൂല് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളോട് വഞ്ചന കാണിക്കരുത്. വതഖൂനൂ അമാനാതികും, നിങ്ങളോട് വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അമാനത്തുകളിലും നിങ്ങൾ കൃത്യവിലോപം വരുത്തിക്കൊണ്ട് വഞ്ചന കാണിക്കരുതേ. വഅൻതും തഅലമൂൻ, നിങ്ങൾ കാര്യങ്ങളൊക്കെ അറിയുന്നവരായിരിക്കേ. അപ്പൊ ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് വഞ്ചന നടത്തരുത്. വഞ്ചന മുസ്ലിമിന്റെ മുഖമുദ്രയല്ലാതെ മുനാഫിഖിന്റെ മുഖമുദ്രയാണ്. മുഅ്മിനീങ്ങൾക്ക് സ്വർഗം അല്ലാഹു വാഗ്ദാനം ചെയ്ത സംഭവങ്ങൾ പറയുന്ന സൂറത്തുൽ മുഅ്മിനൂനിലും സൂറത്ത് മആരിജിലും ഒക്കെ അല്ലാഹു പറയുന്ന ഒരു ഗുണമുണ്ട്. വല്ലദീനഹും ലിയമാനാതിഹിം വഅഹദിഹിം റാഊൻ, ആരാണ് സ്വർഗം അനന്തരം എടുക്കുന്ന സ്വർഗത്തിന് അവകാശികളായി തീരുന്ന ഭാഗ്യവാന്മാര്, അവരുടെ കുറെ ലക്ഷണങ്ങൾ അല്ലാഹു പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു പറയുന്നൊരു കാര്യമുണ്ട്. വല്ലദീനഹും ലിഅമാനാതിഹിം, മറ്റുള്ളവരിൽ നിന്ന് ഏറ്റെടുത്തിട്ടുള്ള അമാനത്തുകളും അതുപോലെ തന്നെ അവരോട് ഏറ്റെടുത്തിട്ടുള്ള കരാറുകളുമൊക്കെ റാഊൻ, അത് കൃത്യമായി സൂക്ഷ്മതയോടെ പാലിക്കുന്നവരാണ് മുഅ്മിനുകൾ. അവർക്കാണ് സ്വർഗം ലഭിക്കുക. അപ്പൊ ഈ ആയത്തുകളൊക്കെ സഹോദരന്മാരെ, ധാരാളം ആയത്തുകൾ ഈ വിഷയത്തിലുണ്ട്. ദൈർഘ്യം എന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. ഇനി ഹദീസുകൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു, അമാനത്തില്ലാത്തവന് ഈമാനില്ല. ഈമാനില്ലാന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്ത്? ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിൽ കൃത്യവിലോപം കാണിക്കുന്നവന് ഈമാനില്ല. അവൻ നിസ്കരിക്കുന്നവനായിരിക്കാം, നോമ്പെടുക്കുന്നവനായിരിക്കാം, ഒക്കെ തരക്കെടില്ല. പക്ഷേ തന്റെ ഡ്യൂട്ടിയിലും തന്റെ ഏറ്റെടുത്തിട്ടുള്ള അമാനത്തെന്ന് പറയുമ്പോ ഒരാൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള വസ്തു തിരിച്ചു കൊടുക്കൽ മാത്രമല്ല അമാനത്ത്. ഞാനൊരു കമ്പനിയിൽ, ഒരു സ്ഥലത്ത്, ഒരു സ്ഥാപനത്തിൽ, എവിടെയാവട്ടെ, ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് ഞാൻ ഇന്ന തൊഴിൽ ചെയ്യാമെന്ന കരാർ ഒപ്പിടുന്നുണ്ടെങ്കിൽ, ഒരു കരാർ ഞാൻ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ, അത് ഞാനൊരു സൃഷ്ടിയോട് ചെയ്യുന്ന ഒരു കരാറാണ്, ഒരു അമാനത്താണ്. ആ അമാനത്തിൽ വീഴ്ച വരുത്തുന്നത് ഈമാനിന് ഭംഗം വരുത്തും. അതുകൊണ്ട് മുസ്ലിമിനൊരു ഐഡന്റിറ്റി ഉണ്ട്. അവൻ വിശ്വാസിയാണ്, അവൻ ഏറ്റവും കൂടുതൽ ചതിക്കാത്തവനാണ്, അവന് വളരെ സത്യസന്ധതയുള്ളവനാണ്. അതുകൊണ്ട് എന്ത് തന്നെ നഷ്ടപ്പെട്ടാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അർബഉൻ, 4 കാര്യങ്ങൾ, 4 കാര്യങ്ങൾ ഇദാ കുന്ന ഫീക, ആ 4 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഫലാ അലൈക മാ ഫാതക മിനദ് ദുനിയാ, ഈ ലോകത്ത് നിന്ന് നിനക്ക് എന്ത് നഷ്ടപ്പെട്ടാലും നീ ദുഃഖിക്കേണ്ടി വരില്ല. 4 സ്വഭാവങ്ങൾ നിന്റെ കൈ മുതലായിട്ടുണ്ടെങ്കിൽ ദുനിയാവിൽ നിന്ന് നിനക്ക് എന്ത് നഷ്ടപ്പെട്ടാലും നീ അത് പ്രശ്നമാക്കണ്ട. ഏതൊക്കെയാണ് ആ 4 ഗുണങ്ങൾ? ഒന്ന് ഹിഫ്ളു അമാനത്തിൻ, അമാനത്തിനെ സൂക്ഷിക്കലാണ്. അതേ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്തലാണ്. വസിദ്ഖു ഹദീസ്, സംസാരത്തിൽ സത്യസന്ധത പുലർത്തലാണ്. വഹുസ്നു ഖലീഖ, സൽ സ്വഭാവം നിലനിർത്തലാണ്. വഇഫ്ഫത്തുൻ ഫീ തഅമത്തിൻ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നീ പരിശുദ്ധി നിലനിർത്തുന്നതാണ്, ഹറാം തിന്നാതിരിക്കലാണ്. അപ്പോ അമാനത്ത് എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. അള്ളാഹു അമാനത്തുകൾ നിങ്ങൾ നിർവഹിക്കണം എന്ന് പറയുന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, ഹിയ ആമ്മത്തുൻ ഫീ ജമീഇൽ അമാനാതി, എല്ലാ കാര്യങ്ങളും ആര് എന്തൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടോ, അത് റബ്ബിനോടുള്ള അമാനത്തുകളുണ്ട്, ഭാര്യയോടുള്ള അമാനത്തുണ്ട്, ഭർത്താവിനോടുള്ള അമാനത്തുണ്ട്, അയൽക്കാരോടുള്ള അമാനത്തുണ്ട്, തൊഴിലുടമയോടുള്ള അമാനത്തുണ്ട്, തൊഴിലാളിയോടുള്ള അമാനത്തുണ്ട്. അതുപോലെ തന്നെ ആരൊക്കെ ഏതൊക്കെ നിലക്ക് നമുക്ക് കടമകളുണ്ടോ, അവകാശങ്ങൾ മാത്രമല്ല നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കടമകളുണ്ടോ, ആ അമാനത്തുകളെ മുഴുവനും അതിൻ്റെതായ വിശ്വസ്തയോടെ വഞ്ചന വരുത്താതെ കൃത്യവിലോപം കാണിക്കാതെ കൃത്യനിഷ്ഠയോടുകൂടെ നിലനിർത്തുവാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ജനങ്ങളെ, അല്ലാഹ് ഇതൊക്കെ എല്ലാം കാണുന്നുണ്ട് കേട്ടോ, റബ്ബ് എല്ലാം കേൾക്കുന്നവനാണെന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണം. എന്താ കാരണം? അമാനത്തിനെ കുറിച്ച് ഇത്ര ഗൗരവത്തോടെ പറയാൻ എന്താ കാരണം? അമാനത്ത് നിർവഹിക്കാത്ത ഒരു കാലം വരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അന്ത്യനാളിന്റെ ലക്ഷണമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അമാനത്ത് കേട്ടുകേൾവിയായി തീരുന്ന ഒരു കാലം വരും.
ഉറങ്ങി നീക്കുമ്പോഴേക്ക് അമാനത്തുണ്ടായിരുന്നു, ഉറങ്ങി നീക്കുമ്പോഴേക്ക് അമാനത്ത് നഷ്ടപ്പെടുന്ന ഒരു കാലം. ആർക്കും ആരെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്ക് നിങ്ങളെ വിശ്വാസമല്ല, നിങ്ങൾക്ക് എന്നെ വിശ്വാസമല്ല, ഒരാളോടൊന്ന് സംസാരിക്കാൻ പോലും ധൈര്യമില്ല. അതേ ഏതൊരു കാലവും വഞ്ചനയും ചതിയും കൈമുതലായി വരുന്ന അമാനത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ അവസാനം അന്ത്യനാൾ അടുക്കുമ്പോൾ ആളുകൾ തമ്മിൽ സംസാരത്തിൽ പറയും, ഇന്ന സ്ഥലത്തതാ ഒരാളുണ്ട്, അയാൾ വിശ്വസ്തനാണ്. ഏതോ ഒരു സ്ഥലത്ത് ഒരാളുണ്ട് ഇത്രേ, ഇന്ന ഫീ ബനീ ഫുലാൻ റജുലൻ അമീനൻ, അയാൾ ഭയങ്കര ഭാഗ്യവാനാണല്ലോ, നല്ല ഉഷാറാണല്ലോ എന്നൊക്കെ പറയും. പക്ഷേ അവിടെ ചെന്ന് നോക്കുമ്പോ വമാ ഫീ ഖൽബിഹി ഹബ്ബത്തു ഖർദലിൻ മിൻ ഈമാൻ, ആ അമാനത്തുണ്ടെന്ന് പറയപ്പെട്ട ആളുടെ അടുത്ത് പോയി നോക്കുമ്പോ അയാൾക്കും ഈമാനില്ലെന്നൊരു കടുകുതരി പോലും ബാക്കിയില്ല. അങ്ങനെ വിശ്വസ്തത ലോകത്ത് നിന്ന് നഷ്ടപ്പെടുകയും വഞ്ചനയും ചതിയും കൃത്യവിലോപവും രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടെ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളൊക്കെ സ്വർഗമാണ് മോഹിക്കുന്നത്, നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണ് നമ്മുടെയൊക്കെ ആത്മാർത്ഥമായ ആഗ്രഹം. ഈ പറയുന്ന എനിക്കോ ഈ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും ഒരു ശ്രോതാവിനോ ആരും മനഃപൂർവ്വം ആഗ്രഹിക്കുന്നില്ല എനിക്ക് നരകം വേണം, എനിക്ക് സ്വർഗം വേണ്ട. പക്ഷേ നമ്മുടെ ശ്രദ്ധയില്ലായ്മ മുഖേന നാം പലപ്പോഴും സ്വർഗത്തിൽ നിന്ന് അകറ്റപ്പെടുന്നു, നരകാഗ്നിയിലേക്ക് കൂപ്പികുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്ത് വേണം? അമാനത്ത് വളരെ കൃത്യമായി പാലിക്കണം. അതുകൊണ്ടൊരു മുസ്ലിം അവന്റെ ജോലി സ്ഥലത്ത്, അതേത് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവനാണെങ്കിലും, ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് ആണെങ്കിലും അല്ലെങ്കിലും എവിടെയായിരുന്നാലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിയന്ത്രിക്കാൻ മേലുദ്യോഗസ്ഥൻ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, മുസ്ലിമിന്റെ കടമ എന്താണ്? ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, നീ എവിടെയാണെങ്കിലും നീ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, എവിടെയാണെങ്കിലും നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നീ ഒരു പ്രവൃത്തി ചെയ്യുമ്പോ, ഒരു ജോലി ചെയ്യുമ്പോ അതെങ്ങനെയെങ്കിലും വരുത്തി തീർത്താൽ പോരാ, കാട്ടിക്കൂട്ടിയാൽ പോരാ. ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുകും അമലൻ അൻ യുത്ഖിനഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിശ്ചയമായും അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെടുന്നു നിങ്ങളിൽ ഒരാൾ ഏതൊരു തൊഴിൽ ചെയ്യുകയാണെങ്കിലും അത് വളരെ കൃത്യമായും കണിശമായും ദൃഢമായും നന്നായും നിർവഹിക്കുന്നതാണ് അല്ലാഹ് ഇഷ്ടപ്പെടുന്നത്. മറ്റുള്ളതൊക്കെ അല്ലാഹ്ക്ക് വെറുപ്പാണ് എന്ന് മനസ്സിലായില്ലേ? നമ്മൾ ഏറ്റെടുത്ത ജോലി എത്ര നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുന്നു, അത്രത്തോളം മേലുദ്യോഗസ്ഥനല്ല തൃപ്തി, അല്ലാഹ്ക്കാ തൃപ്തി, അല്ലാഹ് ഇഷ്ടപ്പെടുക. നമ്മൾ എത്രത്തോളം മേലുദ്യോഗസ്ഥനെ മാത്രം നോക്കുകയാണെങ്കിൽ അയാൾ കാണുന്നില്ലെങ്കിൽ നമ്മൾ കൃത്യവിലോപം കാണിക്കും, നമ്മൾ വഞ്ചന കാണിക്കും. പക്ഷേ റബ്ബാണ് എന്നെ കാണുന്നത്, നോക്കുന്നത്, അവനെയാണ് ഞാൻ പ്രീതിപ്പെടുത്തേണ്ടതെന്ന് വന്നാൽ തന്റെ ജോലികളിൽ, തന്റെ ഡ്യൂട്ടികളിൽ അവൻ കൃത്യമായി നിർവഹിക്കും. നിങ്ങൾക്കറിയില്ലേ, പരിശുദ്ധ ഖുർആനിൽ ഒരു വചനം കാണാം, അതേ അത് മറ്റൊരു സന്ദർഭത്തിലാണ് പറഞ്ഞതെങ്കിലും തൊഴിലിന് വേണ്ടി ഒരു ചെറുപ്പക്കാരനെ എടുക്കുന്ന നേരത്ത് ഇന്ന ഖൈറ മൻ ഇസ്തഅജർതൽ ഖവിയുൽ അമീൻ, ഖുർആൻ സൂറത്തുൽ ഖസസിലൂടെ പഠിപ്പിക്കുകയാണ്. ബാപ്പയോട് മകള് പറഞ്ഞു കൊടുക്കുകയാണ്, ഉപ്പാ ഇയാളെ നമുക്ക് ജോലിക്ക് നിർത്താൻ പറ്റും, ഇയാളെ നമുക്ക് ജോലിക്ക് നിർത്താൻ പറ്റും. മൂസ നബി അലൈഹിസ്സലാമിന്റെ സംഭവമാണ്. മദിയനിൽ ചെന്ന് അതേ ഈ പെൺകുട്ടികൾക്ക് സഹായം ചെയ്തപ്പോ പ്രത്യുപകാരമായിട്ട് ആ പിതാവിന്റെ അടുത്ത് മൂസ നബി അലൈഹിസ്സലാമിനെ ജോലിക്ക് കൊണ്ടുപോയി നിർത്തുമ്പോ ഈ മക്കള് ബാപ്പയോട് പറഞ്ഞ ഒരു വാചകം ഖുർആൻ പറഞ്ഞത് നമ്മുടെ മനസ്സിൽ വേണം. ഇന്ന ഖൈറ മൻ ഇസ്തഅജർതൽ ഖവിയുൽ അമീൻ, നിങ്ങൾ ജോലിക്ക് നിർത്തുന്ന, നിങ്ങൾ കൂലിക്ക് നിർത്തുന്ന തൊഴിലാളിക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും ഖൈറായ ഗുണം അൽ ഖവിയുൽ അമീൻ. അയാൾ ആരായിരിക്കണം? രണ്ട് ഗുണ പറഞ്ഞത്. ഒന്ന്, ഏറ്റെടുത്ത ജോലി ചെയ്യാനുള്ള പവർ വേണം, ശക്തി വേണം, കവിയാവണം. ഞാനൊരു ജോലി ഏറ്റെടുത്തു, ഒരു ചുമട്ട് തൊഴിലാളിയായിട്ട് ഞാൻ ഏറ്റെടുക്കുകയാണ്. എനിക്ക് ചുമട്ട് ചുമക്കാൻ കഴിയില്ലെങ്കിൽ ഞാനത് ഏറ്റെടുത്ത് കാര്യമുണ്ടോ? ഏത് ജോലിയാണോ ഏറ്റെടുക്കുന്നത് ആ ജോലി ചെയ്യാനുള്ള ശാരീരിക ശക്തി വേണം, കവിയായിരിക്കണം. അത് മാത്രം പോരാ, അൽ അമീൻ, വിശ്വസ്തനുമായിരിക്കണം. തൊഴിലാളിക്ക് ആ തൊഴിൽ ചെയ്യാനുള്ള കഴിവ് വേണം, അതിനുള്ള അറിവ് വേണം, അതിനുള്ള യോഗ്യത വേണം, അതിനുള്ള പ്രായോഗികമായിട്ടുള്ള അറിവ് വേണം, വൈജ്ഞാനിക അറിവ് വേണം. അതോടൊപ്പം തന്നെ അവൻ വിശ്വസ്തനുമായിരിക്കണം. ഇത് രണ്ടും വേണം ഒരു തൊഴിലാളിക്ക്. ഇത് രണ്ടും ഒരു മുസ്ലിമായ മനുഷ്യന് ഉണ്ടായിരിക്കേണ്ടതാണ്. കാരണം അല്ലാഹു തആല ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന ഖവ്വാനൻ നസീമാ,
സൂറത്തുൻ നിസായിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, നിശ്ചയം അല്ലാഹു തആല ഇഷ്ടപ്പെടുകയില്ല മൻ കാന ഖവ്വാനൻ നസീമാ, വഞ്ചനയും ചതിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന, പാപങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന പാപിയെയും മഹാപാപിയെയും മഹാവഞ്ചകനായിട്ടുള്ളവനെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നതേ അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മളൊക്കെ ഒരു ജോലി ചെയ്യുന്നവരാണ്. നിത്യജീവിതത്തിൽ മുസ്ലിമിന്റെ ഒരു ദിവസമല്ലേ നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ശ്രദ്ധിക്കണം. എനിക്ക് നിശ്ചയിക്കപ്പെട്ട മണിക്കൂറുകൾ, സമയം, എത്ര മണിക്കാ ഞാൻ അവിടെ ചെല്ലേണ്ടത്, ആ കൃത്യസമയം പാലിക്കണം. ജോലി തുടങ്ങുകയാണ്, ആ ശമ്പളം നമുക്ക് ഹലാലാവണമെങ്കിലായി പറയണതേ കൃത്യസമയത്ത് ജോലിക്ക് ഹാജരാവണം. എപ്പോഴാണോ പോകാനുള്ള അനുവാദമുള്ളത് അത് കൃത്യസമയത്ത്, ആ കൃത്യസമയത്ത് തന്നെ തിരിച്ചു പോരാ. ചെല്ലുന്നതും പോരുന്നതും ഒക്കെ നമുക്ക് നിശ്ചയിക്കപ്പെട്ട സമയത്താകണം. വഞ്ചന കാണിക്കാൻ പാടില്ല. തനിക്ക് ഉപയോഗിക്കൽ അനുവദനീയമല്ലാത്തത് ഉപയോഗിക്കൽ ഹറാമാണ്. ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാണ്, അവിടെ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഉണ്ട്, അവിടെ ടെലിഫോൺ ഉണ്ട്, അവിടെ നെറ്റ് സൗകര്യങ്ങളുണ്ട്. കമ്പനിയുടെയും നിന്റെ തൊഴിലുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് മാത്രമല്ലാതെ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് കരാറെങ്കിൽ നിന്റേതായ പ്രൈവറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി അവ ഉപയോഗിച്ചുകൂടാ. അത് ദീനിന് വേണ്ടിയാണെങ്കിൽ പോലും ഉപയോഗിച്ചുകൂടാ. ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഉണ്ട്, അത് നിന്റെ ഉദ്യോഗസ്ഥ നിനക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അവിടെയുള്ള കർമ്മങ്ങൾ, വർക്കുകൾ മാത്രം ചെയ്യാൻ, വേറൊന്നിനും ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്നാണെങ്കിൽ നീ അതിൽ നിന്നൊരു ഇസ്ലാമികമായ ഒരു പ്രസിദ്ധീകരണത്തിന്റെ ഒരു നല്ലൊരു ലേഖനം, തഖ്വണ്ടാക്കുന്ന ഒരു ലേഖനം ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടി ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പോലും പാടില്ല. നല്ല കാര്യമൊക്കെ തന്നെയാണ്, പക്ഷേ നിന്റെ മേലുദ്യോഗസ്ഥന്റെ അല്ലെങ്കിൽ നിന്റെ മുതലാളിയുടെ അനുവാദം വാങ്ങിയിരിക്കണം. അനുവാദം എപ്പോഴും വാങ്ങണ്ട, മൊത്തം ആദ്യം വാങ്ങി വെച്ചതാണെങ്കിൽ ഓക്കെ. പക്ഷേ അങ്ങനെ പാടില്ലെന്നാണെങ്കിൽ പാടില്ല. അവിടുത്തെ ഒരു വസ്തുക്കളും നിനക്ക് ഉപയോഗപ്പെടുത്താൻ പാടില്ല, നിന്റേതായ പ്രൈവറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി. അമാനത്തിൽപ്പെട്ടതാണ് സഹോദരന്മാരെ. മാത്രമല്ല, ജോലി ചെയ്യാതെ ആ സമയത്ത് നല്ല കാര്യങ്ങൾ പോലും ചെയ്യാൻ പാടില്ല. ഒരാൾക്ക് ഏൽപ്പിക്കപ്പെട്ട മണിക്കൂറുകൾ അയാൾ ജോലി ചെയ്യാതെ അങ്ങനെ ഇരിക്കുക. എന്താ, ഞാൻ ഇപ്പൊ കുറച്ച് മൂടുള്ള കുറച്ച് ഖുർആൻ ഓതട്ടെ. ഖുർആൻ ഓതി ഇരിക്കാൻ പറ്റിയതാണോ? അയാൾ അതിനാണോ അവിടെ ശമ്പളം കൊടുക്കുന്നത്? അയാൾ അല്ലെങ്കിൽ ഞാൻ കുറച്ചു നേരം ഇപ്പം മൂടില്ല, കുറച്ച് CD കേൾക്കട്ടെ. അയാളുടെ തൊഴിൽ നിർത്തിവെച്ചുകൊണ്ട്, ഒരാൾക്ക് സമയമുണ്ട്, ഒരാളുടെ ജോലി സ്ഥലത്ത് അയാൾക്ക് സൗകര്യമുണ്ട്, സമയമുണ്ട്, എങ്കിലും ഇതൊക്കെ ആവാം. തന്റേതായ ജോലി നിർത്തിവെച്ച് അതിൽ കൃത്യവിലോപം കാണിച്ചിട്ട് നന്മ പോലും ചെയ്യാൻ പാടില്ല. ഒരു നല്ല കാര്യം, പല ആളുകളും ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇരിക്കും, വാട്സപ്പ് ഉപയോഗിക്കും, ഫോണിൽ അങ്ങനെ ഇരിക്കും. എന്താ, അപ്പൊ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ എന്താ, ഞാൻ നല്ല കാര്യമല്ലേ ചെയ്യുന്നു, ഞാൻ ഒരു ക്ലാസ് കേൾക്കല്ലേ, ഞാനൊരു ഹുതുബ കേൾക്കല്ലേ, അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു നല്ലൊരു മെയിൽ ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് ഫോർവേഡ് ചെയ്യല്ലേ? പാടില്ല. നിനക്ക് അനുവദിക്കപ്പെട്ട കാര്യമായിരുന്നാലും പുണ്യകർമ്മമായിരുന്നാൽ പോലും കൃത്യവിലോപം കാണിച്ചുകൊണ്ട് നിന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടിയിൽ അത് അനുവദിക്കപ്പെടാത്തൊരു കാര്യം ഒരു സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ പാടില്ല. അതേ അവസരത്തിൽ ഇത് തന്നെ ഇത്രത്തോളം ഗൗരവമാണെങ്കിൽ സമയത്തിൽ നിന്ന് കവർന്നെടുത്തുകൊണ്ട് മനുഷ്യൻ മോശത്തരം ചെയ്താലോ? ഓഫീസുകളിൽ കിട്ടുന്ന സമയങ്ങൾ അനുസരിച്ച ഫേസ്ബുക്കിലൂടെ പഴയകാല സുഹൃത്തിനെ തിരയുന്നത്, പഴയകാല സുഹൃത്തിനെയും സുഹൃത്ത് വലയങ്ങളെയും വികസിപ്പിക്കുന്നത്, അങ്ങനെ പലരുമായും ബന്ധം സ്ഥാപിക്കുന്നത്, പലരുമായും ചാറ്റിങ്ങിന്റെ ലോകത്തേക്ക് നീങ്ങുന്നത്, പല രൂപത്തിലുള്ള സൈറ്റുകളിലേക്കും നിന്റെ കൈകൾ ചലിച്ചുകൊണ്ട്, നിന്റെ മൗസുകൾ ചലിപ്പിച്ച്, വിരലുകൾ ചലിപ്പിച്ചുകൊണ്ട് വളരെ മോശപ്പെട്ട സൈറ്റുകളിലൂടെ നീ കാണുന്നതും കേൾക്കുന്നതും ആസ്വദിക്കുന്നതും, അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ പോലും നിന്റെ ഡ്യൂട്ടി സമയത്ത് നിന്റെ കൃത്യങ്ങൾ നിർവഹിക്കാതെ അലംഭാവം വരുത്തിക്കൊണ്ട് പാടില്ലെങ്കിൽ ഹറാമാ ചെയ്യുന്നതെങ്കിലോ രണ്ട് കുറ്റായി. ഒന്ന് കൃത്യവിലോപം കാണിച്ചതിന്റെ ഹറാം, രണ്ട് ചെയ്തത് ഹറാം. അപ്പൊ ഹറാമിന് മീതെ ഹറാം. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, പലരും ശ്രദ്ധിക്കുന്നില്ല. വെറുതെ സമയം ഇങ്ങനെ കിട്ടുമ്പോ ഒരാളുടെ ഫോണല്ലേ എടുത്തങ്ങനെ അടിക്കുക, അങ്ങനെ നീണ്ട സംസാരങ്ങളാണ്, യാതൊരു ലക്കും ലഗാനുമില്ല. അങ്ങനെ സമയം കൊണ്ട് അങ്ങനെ ടൈം ദുരുപയോഗപ്പെടുത്തി പല രൂപത്തിലുള്ള കാര്യങ്ങൾ. പേപ്പറൊക്കെ ഒന്നാകെ അട്ടിയിലും എടുത്തോണ്ട് അവിടെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ A4 സൈസ് പേപ്പറുകൾ കുറെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ സിമ്പിൾ ഉദാഹരണങ്ങൾ പറയാം. അത് ഒന്നാകെ എടുത്ത് ബാഗിൽ വെച്ചു. അനുവദനീയാണോ? ചോദിച്ചിട്ടുണ്ടോ? തനിക്ക് അനുവദിക്കപ്പെട്ട സംഗതിയാണോ? ഏത് കാര്യങ്ങളും നമ്മൾ ബാക്കി അങ്ങ് കൂട്ടി വായിച്ചാൽ മതി. അങ്ങനെ നമുക്ക് അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ അത് നാം ആ നിലക്ക് അനുവദനീയമായ കാര്യങ്ങളല്ലാതെ നമ്മുടേതായ തൊഴിൽ രംഗങ്ങളിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. മാത്രമല്ല സഹോദരങ്ങളെ, ഇന്നത്തെ ആധുനിക കാലഘട്ടം എന്ന് പറയുന്നത് ജോലി സ്ഥലങ്ങളിൽ പലപ്പോഴും സ്ത്രീ സാന്നിധ്യമുണ്ടാകും. വളരെയേറെ സൂക്ഷ്മത പാലിക്കേണ്ടുന്ന ഒരു മേഖലയാണത്. തന്റെ കുടുംബത്തിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയ ആളുകൾ
പല സ്ഥലങ്ങളിലും, ഓഫീസുകളിൽ, ഷോപ്പുകളിൽ, പലയിടങ്ങളിലും ഇന്ന് സ്ത്രീ സാന്നിധ്യം ഉണ്ടാകും. പലപ്പോഴും തന്റെ കൂടെ തൊട്ടടുത്ത ചെയറിൽ തന്റെ നേരെ ഫേസ് ടു ഫേസ് ആയിട്ടിരിക്കുന്നത് അനിസ്ലാമിക വേഷം ധരിച്ച, അതുമല്ലെങ്കിൽ ഇസ്ലാമിനുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ഇസ്ലാമിന്റെ സംസ്കാരം എന്തെന്നറിയാത്ത ആളുകളായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ. കയറി ചെന്ന ഉടനെ ഹായ് പറഞ്ഞവർക്ക് കൈ കൊടുത്താലോ? ഇന്ന് ആളുകൾ അത് വളരെ നിസ്സാരമായി കാണുന്നു. എന്റെ കൂടെ ജോലി ചെയ്യുന്ന, എന്റെ ഒപ്പം ജോലി ചെയ്യുന്ന ഒരു പെണ്ണല്ലേ, അതിലിപ്പോ എന്താ ഉള്ളത്? എന്റെ മനസ്സിലൊന്നുമില്ല. ഹായ് അലി, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് കൈ കൊടുക്കുക. ഒരു പെണ്ണിന് കൈ കൊടുക്കാൻ പാടുണ്ടോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മനസ്സിൽ അങ്ങനത്തെ ഒരു ദുശ്ചിന്തയുമില്ലാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്ലാമികമായ നിയമങ്ങളെ സംബന്ധിച്ച് സമൂഹത്തിൽ നിന്ന് കരാറുകൾ വാങ്ങുമ്പോൾ പോലും, സഹാബികളായ ആണുങ്ങളുടെ കൈ പിടിച്ചിട്ട് അവരോട് പ്രതിജ്ഞ എടുക്കുമ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നിരുന്ന ഒരൊറ്റ സഹാബ വനിതയുടെയും കൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കരം സ്പർശിച്ചിട്ടില്ല. അവിടുന്ന് പറഞ്ഞു, ഇന്നി ലാ ഉസാഫിഹുൻ നിസാ, ഞാൻ സ്ത്രീകൾക്ക് ഷൈക്ക് ഹാൻഡ് കൊടുക്കുകയില്ല, ഞാൻ സ്ത്രീകളെ ഹസ്തദാനം നടത്തുകയില്ല. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കണം, നിനക്ക് അനുവദിക്കപ്പെടാത്ത ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്റെ വിരൽ സ്പർശിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത്, ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്റെ കൈവെക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത്, അതേ നിന്റെ മൂർധാവിൽ ഒരു ആണിയെടുത്തുകൊണ്ട് ഹാമറിൽ കൊണ്ട് അടിച്ചു താഴ്ത്തുന്നതാണ്. എങ്ങനെ? നമ്മുടെ തലയിൽ ഒരു ആണിയെടുത്ത് അതുകൊണ്ട് ഹാമർ അടിച്ച് ആണി കൊണ്ട് തലയിൽ ഇങ്ങനെ കുത്തിത്തറക്കലാണ്. നിനക്കൊരു പെണ്ണിന്റെ ശരീരത്തിൽ, നിനക്ക് അനുവദിക്കപ്പെടാത്ത ഒരു പെണ്ണിന്റെ ബോഡിയിൽ കൈവെക്കല് അത്രത്തോളം മഹാപാതകമാകുന്നു. അപ്പൊ തൊഴിൽ സ്ഥലങ്ങളിൽ ആളുകൾ ഹായ് പറഞ്ഞ് ഒന്ന് അങ്ങോട്ട് തൊട്ട് ഒന്ന് ഇങ്ങോട്ട് തോണ്ടി, വേണമെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി. ചിലപ്പോൾ ചില ജോലി സ്ഥലങ്ങൾ ഒരാണും കൊണ്ട് ഒറ്റക്കാവും. നിർബന്ധിത സാഹചര്യങ്ങളല്ലാതെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ഡ്രൈവറും ഒരു പെണ്ണും ഒരു കാറിൽ ഒറ്റക്ക് പോയിക്കൂടാ. ഒരു പെണ്ണും ഒരാണും ഒരു ജോലി സ്ഥലത്തെ റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്നൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ, ഒരാളും ഒരു പെണ്ണുമായി തനിയെ ആവരുത്. അത് വാഹനത്തിലാണെങ്കിലും, സ്ഥാപനത്തിലാണെങ്കിലും, ഓഫീസിലാണെങ്കിലും, തൊഴിൽ സ്ഥലത്താണെങ്കിലും, അതേ പലയിടത്തുമാണെങ്കിലും വളരെ സൂക്ഷ്മത പാലിക്കണം. ചിലപ്പോൾ ആ സ്ഥാപനത്തിൽ ഇപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റോർ, അവിടെ ഒരു പുരുഷനും ഒരു സ്ത്രീയെ ഉണ്ടാവും. അങ്ങനെ പലയിടത്തും ഉണ്ടാകും. നിർബന്ധം മജ്ബൂറാണ് നമ്മൾ അങ്ങനെ ജോലി ചെയ്യാൻ വിധിക്കപ്പെടുകയാണെങ്കിൽ വളരെ ശ്രദ്ധ വേണം. നമ്മുടെ ദർശനം ശ്രദ്ധിക്കണം, സ്പർശനം ശ്രദ്ധിക്കണം. വിശ്വാസികളോട് പറഞ്ഞിട്ടുണ്ട് അരുതാത്തതിലേക്ക് നോക്കരുത്. വിശ്വാസിനികളോട് പറഞ്ഞിട്ടുണ്ട് അവിഹിതമായതിൽ നിന്ന് കണ്ണ് താഴ്ത്തണം. കാരണം നോട്ടമാണ് എല്ലാത്തിന്റെയും കവാടം തുറക്കുന്നത്. വ്യഭിചാരത്തിലേക്ക് മനുഷ്യൻ പെട്ടെന്ന് എടുത്തു ചാടാറല്ല പതിവുള്ളത്. ആ വ്യഭിചാരമാകുന്ന മഹാപാതകത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് ഒരു 4-5 കവാടങ്ങൾ കടന്നിട്ടേ കടന്നു പോകാറുള്ളൂ. അതിന്റെ ഒന്നാമത്തെ പടി തന്നെയാണ് നളറത്തുൻ, നോട്ടം. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു, നീ നിനക്ക് അനുവദിക്കപ്പെടാത്തതിലേക്ക് നോക്കരുത്. അങ്ങനെ യാദൃച്ഛികമായി നിന്റെ നോട്ടം പതിഞ്ഞാൽ പെട്ടെന്ന് നിന്റെ ദൃഷ്ടിയെ നീ പിൻവലിക്കണം. ലാ തുത്ബിഇൻ നളറ അൻ-നളറ ഫഇന്ന ലകൽ ഊല വലൈസത് ലക അസ്സാനിയ. നീ നിന്റെ നോട്ടത്തെ പിന്നെയും ഒരു നോട്ടം കൊണ്ട് തുടർത്തരുത്. ഒരു നോട്ടം പിന്നെയും നോട്ടം. യാദൃച്ഛികമായി നിന്റെ നോട്ടം വല്ലതും പതിഞ്ഞാൽ ഒന്നാമത്തത് നീ അറിയാതെ നിനക്ക് സംഭവിച്ചു പോയതാണ്. രണ്ടാമത്തത് നിന്നിൽ നിന്ന് മനഃപൂർവ്വം വരുന്നതാണ്. അത് ശൈത്താന്റെ നോട്ടമാണ്. അതുകൊണ്ട് രണ്ടാമത്തത് നിനക്ക് പാടില്ല. ഇസ്ലാമിന്റെ നിയമമാണ്. അതുകൊണ്ട് ജോലി സ്ഥലത്ത് പെൺസാന്നിധ്യമുണ്ടാകും, തൊഴിൽശാലകളിലുണ്ടാകും, ഫാക്ടറികളിലുണ്ടാകും, ഷോപ്പുകളിലുണ്ടാകും, പലയിടത്തും ഉണ്ടാകും. അവർക്ക് ഒരു സംസ്കാരമല്ല. അവരൊരു പക്ഷേ ക്രൈസ്തവരായിരിക്കും, അതുപോലെ തന്നെ ജൂതന്മാരായിരിക്കും, ഹൈന്ദവരായിരിക്കും, പല മതക്കാരായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ച് ഐഡന്റിറ്റി ഒന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷേ നമ്മളാണ് സൂക്ഷിക്കേണ്ടത്, നാം ആണ് സൂക്ഷിക്കേണ്ടത്. നാം നമ്മുടെ ഐഡന്റിറ്റി നിലനിർത്തുകയാണെങ്കിൽ അവർക്ക് പോലും നമ്മോടൊരു റെസ്പെക്ട് ഉണ്ടാകും. നമ്മൾ നമ്മളായാൽ അവരും ശ്രദ്ധിക്കുന്ന ഞാൻ പറയുന്നത്. നമ്മൾ നമ്മളായാൽ അവരും ശ്രദ്ധിക്കും. അല്ല, നമ്മൾ നമ്മളല്ലാതായി തീരുമ്പോ അവർ കൂടുതൽ വഷളത്തരങ്ങളിലേക്ക് എത്തും, നാമും മതപ്പതിക്കും. ഇത് വളരെ ശ്രദ്ധിക്കണം, ഇത് വളരെ ശ്രദ്ധിക്കണം. പലരും ഓഫീസിൽ പോയാൽ ഓഫീസിലുള്ള കൂട്ടുകാരികളോടാണ് സംസാരിക്കാൻ, വാദോരാതെ സംസാരിക്കാൻ സമയമുണ്ട്. പരിയിൽ വന്ന പെണ്ണുങ്ങളോടൊന്നും ഉണ്ടാനുമില്ല. എന്താ കാരണം? ഇവന്റെ എല്ലാ സംസാരവും ഭാര്യനോടും കൂടി പറയാൻ പറ്റാത്ത മനസ്സിന്റെ സങ്കടങ്ങളൊക്കെ അവിടെ വിവരിച്ചു കൊടുത്തു. അവള് കൂടുതൽ ചിലപ്പോൾ കുറച്ചിങ്ങോട്ട് സ്നേഹം കാണിക്കുകയും ചെയ്യും. അപ്പൊ വിചാരിക്കണം എന്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് ഒന്ന് വീട്ടിലുണ്ട്, ചെന്നാ ഒരു സമാധാനം തരില്ല. ഇവളെന്ത് ഉഷാറാ കേട്ടോ. അവനവന്റെ ഭാര്യയെ പോലെ നമ്മൾ സ്നേഹിക്കുന്നവരുണ്ടാകുമോ? മറ്റൊക്കെ പലപ്പോഴും കാപ്പട്ടിയാവൂലേ?
അതുകൊണ്ട് എല്ലാത്തിലും വേണൊരു ശ്രദ്ധ, എല്ലാത്തിലും വേണൊരു പ്രത്യേകമായൊരു കൃത്യനിഷ്ഠ. മുസ്ലിം അവന്റെ തൊഴിൽ മേഖലയിലും എവിടെയും ഞാനൊരു മുസ്ലിമാണ്, എവിടെയും ഞാനൊരു മുസ്ലിമാണ്. ആ ഐഡന്റിറ്റി അവൻ കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ട് മറ്റുള്ളവരുടേതായ പലതും ഉണ്ടാകും, അവരുടേതായ പല ആഘോഷങ്ങളും ഉണ്ടാകും. ഇന്ന് മുസ്ലിമീങ്ങളായ തൊഴിലാളികൾ, മുസ്ലിമീങ്ങളായ ഉദ്യോഗസ്ഥന്മാർ പല കമ്പനികളിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറെ പ്രയാസങ്ങളുണ്ട്. അവർക്ക് ഇസ്ലാമിന് നിരക്കാത്ത പല ആഘോഷങ്ങളും ഒരുപക്ഷെ അവിടെ കാണേണ്ടി വരികയാണ്. പലപ്പോഴും അവർ കമ്പനിക്ക് വേണ്ടി കൂടിക്കൊടുക്കേണ്ട അവസ്ഥ വരുന്നു. പാടില്ല. നല്ല നിലക്ക് തന്റെ മേലുദ്യോഗസ്ഥനോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. പല ആഘോഷങ്ങളും ഉണ്ടാകും, പല സംസ്കാരങ്ങളും ഉണ്ടാകും. അവിടെ നമ്മളായിട്ട് നിലക്കൊണ്ടാൽ നമ്മൾ വിചാരിക്കും എന്റെ ജോലി പോകുമോ, ഞാൻ കഷ്ടപ്പെടുവോ? ഇല്ല സഹോദര. ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه. അതേ, ആര് റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ അല്ലാഹ് അവനൊരു മാർഗം തുറന്നു കൊടുക്കും. അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ റബ്ബ് അവന് നൽകിക്കൊണ്ടിരിക്കും. ആര് അല്ലാഹുവിൽ തവക്കുലാക്കുന്നുവോ അവന് അല്ലാഹ് മതി. നമുക്ക് ധൈര്യമില്ലാഞ്ഞിട്ടാ പലപ്പോഴും നമ്മൾ എന്ത് ചോദിച്ചാൽ നമ്മൾ അമിതമായ പേടി, പടച്ചോനിൽ ശരിക്കുള്ള തവക്കുലില്ലായിട്ടാണ്. ഞാൻ ഇപ്പൊ ഇതിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ നാളെ നിന്നെ പിരിച്ചുവിടോ? അല്ലാഹ് നിന്നെ പിരിച്ചുവിടാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നീ അവിടെ നിന്നിട്ട് കാര്യമുണ്ടോ? അപ്പൊ റബ്ബിൽ തവക്കുലാക്ക്, അള്ളാന്റെ സഹായം ഉണ്ടാകും. ഒരു പക്ഷേ ഇന്നലെ വരെ ഇല്ലാത്ത റെസ്പെക്ട്, നിന്റെ ആദർശം ഇന്നതായത് കൊണ്ടാണ് നീ പങ്കെടുക്കാത്തതെന്ന് ഒരു മേലുദ്യോഗസ്ഥൻ, ഒരു തൊഴിലുടമ അറിഞ്ഞ ചിലപ്പോ മുമ്പത്തേക്കാണ് നിന്നോട് റെസ്പെക്ട് അയാൾക്ക് കൂടുക. നമ്മളങ്ങനെ പലപ്പോഴും ഒക്കെ നമ്മളിങ്ങനെ നെഗറ്റീവായി ചിന്തിക്കരുത്, ഒന്ന് പോസിറ്റീവായി ചിന്തിക്കണം. പല കാര്യങ്ങളിലും അങ്ങനെ നമുക്കൊരു കുഴപ്പമുണ്ട്, നമ്മളൊക്കെ നെഗറ്റീവായി ചിന്തിക്കും. ഒന്ന് പോസിറ്റീവായി ചിന്തിക്കുക, ഇതിൽ ഗുണമുണ്ടാവും, ഹൈറുണ്ടാകും. എന്റെ റബ്ബാണ്, എനിക്ക് റിസ്ക് തരുന്നത് അവനാണ്, എന്നെ ഇവിടെ എത്തിച്ചത് അവനാണ്, എനിക്ക് വേണ്ടത് തരേണ്ടതും മുടക്കേണ്ടതൊക്കെ അവനാണ്. അതല്ലേ നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ പറയുന്നത്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത. അല്ലാഹ് നീ തരാൻ വിചാരിച്ചത് ഒരാളെ കൊണ്ട് മുടക്കാൻ കഴിയില്ല, മുടക്കുന്നവരില്ല. വലാ മുഅ്തിയ ലിമാ മനഅത, നീ തടഞ്ഞു വെച്ചത് നൽകുന്നവരുമില്ല. അല്ലേ നമ്മളെ വിശ്വാസം. അപ്പൊ നമുക്ക് ഇസ്ലാമികമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒന്നുമായിട്ടും, അത് തൊഴിൽ സ്ഥലത്താണെങ്കിലും അവരുടെ സിമ്പതിക്കും മുതലാളിയുടെ തൃപ്തിക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഇടപെട്ട് കൊടുക്കാൻ പാടില്ല. വളരെ ഗൗരവത്തോടെ വേണ്ടി വന്നാൽ കൃത്യമായ ഇസ്ലാമികമായതിന്റെ മര്യാദകൾ സ്നേഹത്തോടുകൂടെ പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു ദഅവ സംരംഭമായിട്ട് കൂടി അതിനെ കാണണം. അത് നമ്മൾ പറയുന്ന ശൈലിയുടെയും നമ്മുടെ രൂപത്തിനൊക്കെ അനുസരിച്ചിരിക്കും. മുതലാളിയോട് ബന്ധപ്പെട്ട ആളുകളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഇത് നമുക്ക് പറ്റൂലല്ലോ, നമുക്കൊക്കെ മരിച്ചു പോകേണ്ടതാണല്ലോ. ആ നിലക്കത് പ്രസന്റ് ചെയ്യുമ്പോൾ, അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായും സഹോദരങ്ങളെ അല്ലാഹുവിന്റെ ഒരു സഹായം ഉണ്ടാകും. അതുകൊണ്ട് നമ്മളായിട്ട് എവിടെയൊക്കെ നിലകൊള്ളുന്നുവോ അവിടെയൊക്കെ അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. അപ്പോ നമ്മുടേതായ കൃത്യമായ കൃത്യതകൾ നിർവഹിക്കുന്നിടത്ത് ഒരിക്കലും അലംഭാവം കാണിക്കരുത്. ഒരു തൊഴിലുടമയെ നമ്മൾ പറ്റിക്കരുത്, വഞ്ചന കാണിക്കരുത്. അങ്ങനെ വഞ്ചിച്ച് നമ്മൾ നേടിയെടുക്കുന്നതൊന്നും നമുക്ക് നിലനിൽക്കൂല. എത്ര നേടിയെടുക്കുന്നു ആളുകളെ, തൊഴിലുടമകളെ പറ്റിച്ചുകൊണ്ട്, അതുപോലെ തന്നെ കാഷ്യറായി നിന്നുകൊണ്ട് ക്യാഷ് വലിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഇല്ലാത്ത കണക്കുകൾ എഴുതി ചേർത്തുകൊണ്ട്, അതുപോലെ തന്നെ ബില്ല് കൂട്ടി എഴുതിയിട്ട്, അങ്ങനെ ഏതൊക്കെ നിലക്ക് നമ്മുടേതായ കൃത്യനിർവഹണത്തിൽ നമ്മൾ വീഴ്ച വരുത്തുന്നുവോ അതിലൂടെ എത്ര നേടിയെടുത്താലും മല പോലെ വരുന്നത് മഞ്ഞുരുക്കം പോലെ ഉരുകി ഒലിച്ചങ്ങ് പോകും. ദുന്യാവും ഉണ്ടാവില്ല, ആഖിറവും ഉണ്ടാവില്ല. അതുകൊണ്ട് കിട്ടുന്നതിന് ബറക്കത്തുണ്ടാവണം, നമ്മൾ നേടുന്നതിന് ബറക്കത്തുണ്ടാകണം. ആ നിലക്ക് സഹോദരങ്ങളെ, തൊഴിൽശാലകളിൽ, തൊഴിൽ മേഖലകളിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധയോടുകൂടെ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഈ തൊഴിൽ ചെയ്യുന്നതും ജോലി ചെയ്യുന്നതൊന്നും ആരും വിചാരിക്കരുത് ഇതൊക്കെ വെറുതെയാണ്, എനിക്ക് ഒന്നും ഇബാദത്തെടുക്കാനൊന്നും നേരല്ല, നല്ലൊരു കാര്യം ചെയ്യാനൊന്നും നേരല്ല, ഏതു നേരം ഞാൻ എൻ്റെ കുടുംബത്തെയും പ്രയാസപ്പെട്ട് മക്കളെയൊക്കെ പോറ്റാനും പ്രയാസപ്പെട്ടുകൊണ്ട് ജോലിയെടുക്കുകയാണ്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു മുസ്ലിമിന് ഏതൊരു കാര്യവും അവന്റെ സതുദ്ദേശം കൊണ്ട് സൽക്കർമ്മങ്ങളാക്കി മാറ്റാൻ കഴിയുന്നു. നമ്മുടെ നിയ്യത്ത്, ജോലിക്ക് പുറപ്പെടുമ്പോ നമ്മുടെ നിയ്യത്ത് ശരിയാണെങ്കിൽ ആ ജോലി സ്ഥലത്ത് പോലും നമ്മൾ ചെയ്യുന്ന നമ്മുടെ ജോലി നമുക്ക് പരലോകത്ത് പുണ്യമായിട്ടാണ് രേഖപ്പെടുത്തപ്പെടുന്നതെന്ന ഓർമ്മ നമുക്ക് വേണം. നമ്മൾ ചിന്തിച്ചോ, തന്റെ ഭാര്യയെ പോറ്റാനാണ് ഞാൻ ജോലിക്ക് പോകുന്നത്, മക്കള് പട്ടിണി കിടക്കാതെ വൃദ്ധരായ തന്റെ മാതാപിതാക്കളെ പോറ്റാനും പരിപാലിക്കാനും ഒക്കെയാണ് ഞാൻ ജോലി ചെയ്യുന്നതെന്ന ബോധമുണ്ടാകുമ്പോ
നമ്മുടെ ഏത് തൊഴിലുകളും നമുക്ക് പുണ്യകർമ്മമായി മാറുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം തൊഴിലിന് വലിയ പ്രാധാന്യം കൽപ്പിച്ച മതമാണ് ഇസ്ലാം. ഇസ്ലാം പറഞ്ഞു തൊഴിലെടുക്കാതെ വെറുതെ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇരിക്കാനല്ല ഇസ്ലാം പറഞ്ഞത്. ഇസ്ലാം പറഞ്ഞു നിങ്ങൾ തൊഴിലൊന്നും എടുക്കേണ്ട, ആരാനോട് യാചിച്ച് ഇങ്ങനെ നടന്നോളി. വിറക് കെട്ടി ചുമന്നിട്ട് അങ്ങാടിയിൽ കൊണ്ടുപോയിട്ട് വിൽപ്പന നടത്തലാണ് ആൾക്കാരോട് ഇരക്കാൻ നടക്കുന്നതിനേക്കാണ് നല്ലതെന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഒരാളും മുന്തിയ ഭക്ഷണം കഴിക്കുന്നില്ല ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി, തന്റെ കൈ കൊണ്ട് അധ്വാനിച്ചതിൽ നിന്ന് തിന്നുന്നതിനേക്കാൾ. വഇന്ന നബിയല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം പോലും കാന യഅകുലു മിൻ അമലി യദിഹി, അദ്ദേഹത്തിന്റെ ജോലിയിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യം കൊണ്ടാണ് ഭക്ഷണം കഴിച്ചത്. അപ്പൊ തൊഴിലെടുക്കുക എന്നുള്ളതൊരു മോശമൊന്നല്ല. പല ആളുകളും വിചാരിച്ചു തൊഴിലെടുക്കലൊരു മോശമാണ്. നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെയാണ്, പണിക്കൊന്നും പോകില്ല. ഒക്കെ ബംഗാളികൾ ഇങ്ങനെ നാട്ടിൽ കൂടാൻ എന്താ കാരണം? എന്താ ഈ വിദേശികൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അടിച്ചു കയറാൻ കാരണം? പണിയെടുക്കാൻ തൊഴിലും കരുത്തൊന്നുമില്ല മലയാളി അവിടെ അല്ലാഞ്ഞിട്ടല്ല. അവനാകെ അവന്റെ ഒരു ജ്യേഷ്ഠം പോയിട്ടുണ്ടാവില്ലേ, ബാപ്പ പണ്ട് ഗൾഫിലേക്ക് വന്നിട്ടുണ്ടാവും. എന്നിട്ട് മാസാമാസം ബാപ്പന്റെ ഡ്രാഫ്റ്റ് നോക്കി ഇങ്ങനെ കുത്തിരിക്കുക, പണിക്കൊന്നും പോകില്ല. അപ്പം ബസ് സ്റ്റോപ്പിലൊക്കെ കുത്തിരിട്ട് ഇങ്ങനെ ഏതെങ്കിലും ആൾക്കാർ പോകുന്നത് വായിൽ നോക്കി ദീപത്തും നമീമത്തും ഒക്കെ പറഞ്ഞ് വേണ്ടാത്തതിലൊക്കെ കൈയിട്ട് തലയിട്ട് അങ്ങനെ സമയം കളയാ. തൊഴിൽ ചെയ്യാൻ താല്പര്യമില്ല. അതൊരു അന്തസ്സിന് മോശമായിട്ടാണ് അവൻ കാണുന്നത്. ഇസ്ലാം പറയുന്നത് തൊഴിലെടുക്കണം എന്നാ. തൊഴിൽ ചെയ്യുന്നത്, തന്റെ കുടുംബത്തെ പോറ്റാൻ തൊഴിൽ ചെയ്യുന്നത് ഏറ്റവും മുന്തിയ കാര്യമാണെന്നാ. ദാവൂദ് നബി അലൈഹിസ്സലാം തൊഴിൽ ചെയ്തിട്ടാണ്, പണിയെടുത്തിട്ടാണ് ഭക്ഷണം കഴിച്ചതെന്ന് എന്താ പറയാൻ കാരണം? എന്തേ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം ആലോചിച്ചിട്ടുണ്ടോ? ഖുർആൻ പറഞ്ഞ പ്രവാചകനാണത്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ചുകൊണ്ട് അല്ലാഹ് എന്താ പറഞ്ഞെന്നറിയോ? യാ ദാവൂദു യാ ദാവൂദു ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർളി, എന്നെ ഞാൻ ഭൂമിയിലെ ഖലീഫയാക്കിയിരിക്കുന്നതാണ്. ഭൂമിയിലെ രാജാവായിരുന്നു ദാവൂദ് നബി അലൈഹി ഇസ്ലാം. രാജാവായ ദാവൂദ് നബി അലൈഹി ഇസ്ലാം പോലും തൊഴിലെടുത്തിട്ടുണ്ട് എന്ന് പഠിപ്പിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അള്ളാഹ് നിശ്ചയിച്ചു എന്നതാണ്. ഭൂമിയിലൂടെ ജുമഅയെ സംബന്ധിച്ചുള്ള ആയത്ത് പറഞ്ഞപ്പോ സൂറത്ത് ജുമഅയിൽ നമുക്ക് കാണാം, നിങ്ങൾ നിസ്കാരത്തിന് എല്ലാവരും ജുമഅക്ക് എല്ലാവരും എത്തണം എന്ന് പറഞ്ഞ ഉടനെ അള്ളാഹ് പറയാ ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ് വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. നിസ്കാരം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാ പള്ളിയിൽ തന്നെ ഇരുന്നോളണമെന്നൊന്നും അള്ളാഹ് പറയുന്നില്ല. ഇരിക്കാൻ സൗകര്യവും സമയവുമുള്ളവന് ഇരുന്നാ നല്ലത് തന്നെ. പക്ഷേ ജോലിയും ബാധ്യതകളും ഒക്കെയുള്ള തിരക്കുള്ള ആളുകൾ ഉണ്ടാകും. ഫന്തശിറൂ ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ പരക്കുവീൻ, വ്യാപരിക്കുവീൻ. വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ തേടിക്കോളൂ. കച്ചവടക്കാരെ കച്ചവടത്തിനിറങ്ങിക്കോളൂ, തൊഴിലാളികളെ തൊഴിലിനിറങ്ങിക്കോളൂ, അല്ലാഹുവിന്റെ ഫദ്ലിൽ നിന്ന് തേടിക്കോളൂ. അവിടെയും വദ്കുറുല്ലാഹ, അതേ നിങ്ങൾ ധാരാളമായി അല്ലാഹുവിനെ ഓർക്കുകയും ചെയ്യണേ, നിങ്ങൾക്ക് വിജയം ലഭിക്കാൻ അല്ലാഹു തആല പറയുന്നത്. അപ്പൊ അള്ളാഹ് പ്രോത്സാഹിപ്പിച്ചൊരു കാര്യം, എന്തിനേറെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ആട് മേച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ ബഅസല്ലാഹു നബിയൻ ഇല്ലാ റഅൽ ഗനമ, അള്ളാഹ് ഒരു നബിയെയും അയച്ചിട്ടില്ല, ആടുമേക്കൽ ജോലി ആദ്യം ചെയ്തിട്ടില്ലാത്ത ഒരു നബിയെ അള്ളാഹ് അയച്ചിട്ടില്ല. അതിൽ വേറെയും ചില തത്വങ്ങളുണ്ട്. ഈ ആടിനെ നോക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസം. ഇങ്ങോട്ട് വാടേറും അങ്ങോട്ട് പോവും, അവിടെ ചാടി ഇങ്ങോട്ട് ചാടി, അപാരമായ ക്ഷമയുള്ളവർക്ക് ആട് മേയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പണ്ടേ ഈ സമൂഹത്തെ, ഈ ജനത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പരന്ന് ഈ അനുസരണമില്ലാതെ പോകുന്ന ജനസമൂഹത്തെ ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് പണ്ടേ ഈ ആടുമേക്കലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അല്ലാഹു അഅലം. അങ്ങനെ വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതല്ല. അപ്പോ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഏതൊരു പ്രവാചകനും ആടുമേക്കൽ നടത്തിയിട്ടില്ലാതെ ഇല്ല. അപ്പൊ സഹാബത്ത് ചോദിച്ചു, അൻത നബി നിങ്ങളും അങ്ങനെ തന്നെയാ, നിങ്ങളും അങ്ങനെ തന്നെയാ? ഫഖാല നഅം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അതെ, കുൻതു അർആഹാ അലാ ഖറാരീത ലി അഹ്ലി മക്ക, മക്കക്കാരിൽ നിന്ന് കിട്ടുന്ന ഏതാനും ദിർഹമുകളെ കൂലി നിശ്ചയിച്ചുകൊണ്ട് ഞാനും ആടുമേക്ക് നടത്തിയിട്ടുണ്ട്. സഹീഹ് ബുഖാരിയിൽ നമുക്ക് കാണാം. അപ്പോ സഹോദരങ്ങളെ, നമ്മൾ തൊഴിൽ ചെയ്യുക, ഡ്യൂട്ടിക്ക് പോകുക എന്നുള്ളത് ഒരു മോശമായിട്ടും ഒരു എട്ടങ്ങേറായിട്ടൊന്നും കാണേണ്ടതല്ല. സന്തോഷത്തോടെ നിങ്ങൾ ഡ്യൂട്ടിക്ക് പോകണം, സന്തോഷത്തോടെ ഡ്യൂട്ടിക്ക് പോകണം.
നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടി അതിന് പരലോകത്ത് കൂലിണ്ട് എന്ന് വിചാരിക്കണം. വെറുതെ പോകല്ലോ. നമുക്ക് പട്ടിണി കിടക്കരുത്. ഉമ്മാനെ പോറ്റണം, ബാപ്പാനെ നോക്കണം, മക്കളെ നോക്കണം, ഭാര്യയെ നോക്കണം. എല്ലാവരും ഇഫത്തോടെ അന്തസ്സോടെ ജീവിക്കണം. അല്ലേ? ഇതിനല്ലേ നമ്മൾ പോകുന്നത്. അഫ്ളലു ദീനാരിൻ യുൻഫിഖുഹു റജുലു ദീനാറുൻ യുൻഫിഖുഹു അലാ ഇയാലിഹി. തന്റെ കുടുംബത്തിന് ചെലവഴിക്കുന്ന ദീനാറാണ് ഒരാൾ ചെലവഴിക്കുന്ന ദീനാറുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദീനാറ്. അപ്പൊ നമ്മളെ കുടുംബത്തിന് നമ്മൾ ചെലവിന് അയച്ചു കൊടുക്കുന്ന ഡ്രാഫ്റ്റ് എന്തൊന്നും വെറുതെ അല്ല. പള്ളികൾക്കും യതീംഖാനയിൽക്കും അയച്ചു കൊടുക്കുന്നത് മാത്രമല്ല സ്വതക്ക. നമ്മളെ പൊരയിലേക്ക് ആവശ്യത്തിന് അയച്ചു കൊടുക്കുന്ന ഡ്രാഫ്റ്റും ചെക്കും ഒക്കെ സ്വതക്കയാണ് എന്ന് വിചാരിച്ചാൽ എന്നാ ഞാൻ എന്ന് നല്ല സ്വതക്കയുണ്ട്, വേറെ ഒടുക്കും കൊടുക്കണ്ടെന്നല്ല ഈ പറയുന്നതിന്റെ അർത്ഥം. നമ്മളെ കുടുംബത്തിന് നമ്മൾ ചെയ്യുന്നതും സൽക്കർമാണ്. ആ ബോധം നമുക്ക് വേണമെന്ന്. അതിനുവേണ്ടി ആ ദീനാറും ദിർഹമും റിയാലൊക്കെ കിട്ടാനുള്ള അധ്വാനം അതൊരു കർമ്മം, സൽക്കർമാണ്, വെറുതെ അല്ല. അതാണ് നമ്മൾ പറയുന്നത്. ആ ഒരു ഉദ്ദേശം ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അടുത്ത വാചകം കേട്ടോളൂ. ദീനാറുൻ അൻഫഖതഹു ഫീ സബീലില്ലാഹ് വദീനാറുൻ അൻഫഖതഹു ഫീ റഖബത്തിൻ വദീനാറുൻ തസദ്ദഖത ബിഹി അലാ മിസ്കീൻ വദീനാറുൻ അൻഫഖതഹു അലാ അഹ്ലിക അഅ്ളമുഹാ അജ്റൻ അല്ലദീ അൻഫഖതഹു അലാ അഹ്ലിക. റവാഹു മുസ്ലിം. ദീനാറുൻ അൻഫഖതഹു ഫീ സബീലില്ലാഹ്, യുദ്ധത്തിന്റെ മാർഗത്തിലേക്ക് നീ ചെലവഴിക്കുന്ന ദീനാറ്, അടിമയെ മോചിപ്പിക്കാൻ നീ ചെലവഴിക്കുന്ന ദീനാറ്, പാവപ്പെട്ട ഒരു മിസ്കീനിന് വേണ്ടി നീ ചെലവഴിക്കുന്ന ദീനാറ്, നിന്റെ കുടുംബത്തിലേക്ക് നീ അയച്ചു കൊടുക്കുന്ന ചെലവഴിക്കുന്ന ദീനാറ്, ഈ പറയുന്ന ദീനാറുകളിലൊക്കെ അഅ്ളമുഹാജിറൻ, ഏറ്റവും കൂടുതൽ കൂലിയുള്ളത് അല്ലദീ അൻഫഖതഹു അലാ അഹ്ലിക, നിന്റെ കുടുംബത്തിന് നീ ചെലവഴിക്കുന്ന ദീനാറാകുന്നു. അവ ഏറ്റവും പുണ്യം അതിനുണ്ട്. അങ്ങനെ ഒരു നല്ല കാര്യം തന്നെ ഞാൻ ചെയ്യുന്നത് മനസ്സിലാക്കിയിരിക്കണം. ഇനി വേറൊരു സംഭവം കേട്ടോളൂ. ഒരാള് മർറ റജുലുൻ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅസ്ഹാബിഹി, ഒരാൾ നബിയും സഹാബത്തും ഇരിക്കുന്നിടത്ത് കൂടെ ഇങ്ങനെയാണ് പാസ് ചെയ്തുകൊണ്ട് നടന്നുപോയി. ഫറഔ മിൻ ജലദിഹി വനശാതിഹി, ആ പോയ വ്യക്തിയുടെ ആരോഗ്യവും ഉന്മേഷവും ഒക്കെ സഹാബത്ത് കണ്ടു. നല്ല ആരോഗ്യവും നല്ല ഉഷാറുള്ള ഒരു ചെറുപ്പക്കാരൻ. നബിയും സഹാബത്തൊക്കെ ഇരിക്കുന്നിടത്ത് കൂടെയാണ് നടന്നുപോയി. അപ്പൊ സഹാബത്ത് ചോദിക്കാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, എന്തൊരു നല്ല മനുഷ്യനല്ലേ, എന്താ പവർ, നല്ല തടിയും നല്ല ആരോഗ്യവും നല്ല ഉന്മേഷമുള്ള ഒരു ചെറുപ്പക്കാരൻ. ലൗകാന ഹാദാ ഫീ സബീലില്ലാഹ്, അയാളുടെ ഈ യാത്രയും അയാളുടെ ഈ അധ്വാനൊക്കെ അള്ളാന്റെ മാർഗത്തിലുള്ള ജിഹാദിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുല്ലേ എന്ന് സഹാബത്ത് നബിയോട് സംശയം പങ്കുവച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി ശ്രദ്ധിച്ചോളി. എന്താ അവിടുന്ന് പറയുന്നത്? ഇൻ കാന ഖറജ യസ്ആല വലദിഹി സിഗാറൻ ഫഹുവ ഫീ സബീലില്ലാഹ് വഇൻ കാന ഖറജ യസ്ആല അബവൈനി ശൈഖൈനി കബീറൈനി ഫഹുവ ഫീ സബീലില്ലാഹ് وإن كان خرج يسعى على نفسه يعفها فهو في سبيل الله وإن كان خرج يسعى رياء ومفاخرة فهو في سبيل الشيطان. തബറാനി റിപ്പോർട്ട് ചെയ്തതാണ്. ഇമാം നാസിറുദ്ദീനുൽ അൽബാനി സഹീഹാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നത്? ആ മനുഷ്യൻ തന്റെ കുഞ്ഞുമക്കളെ പോറ്റാനുള്ള പുറപ്പാടിലാണെങ്കിലും ഫഹുവ ഫീ സബീലില്ലാഹ്, അയാള് അള്ളാന്റെ മാർഗത്തിലാണ്. വഇൻ കാന ഖറജ യസ്ആല അബവൈനി ശൈഖൈനി കബീറൈനി ഫഹുവ ഫീ സബീലില്ലാഹ്, അയാൾ അധ്വാനിക്കാൻ പുറപ്പെടുന്നത് പ്രായമായ തന്റെ ഉമ്മയെയും ഉപ്പയെയും പോറ്റാൻ വേണ്ടിയാണെങ്കിലും ഫഹുവ ഫീ സബീലില്ലാഹ്, അയാളും അല്ലാഹുവിന്റെ മാർഗത്തിൽ തന്നെ. വഇൻ കാന ഖറജ യസ്ആല നഫ്സിഹി, ഇനി അതൊന്നുമില്ല, തന്റെ സ്വന്തം ശരീരം ഹറാമിലേക്ക് പോകരുത്, ഹറാം തിന്നരുത്, ഹറാം ആസ്വദിക്കരുത്, ആ നിലക്ക് തനിക്കൊരു പരിശുദ്ധി സ്വന്തം നിലനിർത്താൻ ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിലും ഫഹുവ ഫീ സബീലില്ലാഹ്, അയാളും അല്ലാഹുവിന്റെ മാർഗത്തിലാണ് അധ്വാനിക്കുന്നത്. അതേ അവസരത്തിൽ വഇൻ കാന ഖറജ യസ്ആ റിയാഅൻ വമുഫാഖറതൻ, അയാളതാ ആളുകളെ കാണിക്കാനും ഫഖർ ധരിക്കാനും ഒക്കെയാണ് പുറപ്പെടുന്നതെങ്കിൽ ഫഹുവ ഫീ സബീലി ശൈത്താൻ, അയാൾ ശൈത്താന്റെ പാതയിലാണ്. അപ്പൊ നല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ നമ്മൾ തൊഴിലിന് പോകുന്നതും ഏറ്റവും നല്ല കാര്യമാണ്. അപ്പൊ നമുക്ക് നിരാശയൊന്നും വേണ്ട, നിരാശയൊന്നും വേണ്ട. ഞാൻ ചെയ്യുന്ന തൊഴില് എനിക്ക് അള്ളാഹ് പ്രതിഫലം തരും, ഇതിനുകൊണ്ട് അള്ളാന്റെ അടുത്ത് നിന്ന് എനിക്ക് പ്രതിഫലം. അപ്പൊ അതൊക്കെ ഒരു മുഅ്മിനിനെ കിട്ടുള്ളൂ, ഒരു മുസ്ലിമിനെ അതൊക്കെ കിട്ടുള്ളൂ.
അവൻ ആ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും അവൻ അതിലൊക്കെ വലിയ പ്രതിഫലം ഉണ്ടാകും. ഇനി സഹോദരന്മാരെ, കച്ചവട സ്ഥലത്ത് ഏറ്റവും സൂക്ഷ്മത വേണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടക്കാരെ വിളിച്ചിട്ട് ചിലത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കച്ചവടക്കാരേന്ന് വിളിച്ചിട്ട് ചില കാര്യങ്ങൾ പറയണ്ടേ? കച്ചവടക്കാരോട് പറയേണ്ടത് അവരോടൊന്ന് പറയണ്ടേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വിളിച്ചു. മദീനത്ത് കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടന്നു പോകുമ്പോ ഉറക്കെയാണ് വിളിച്ചു, യാ മഅ്ശറ തുജ്ജാർ, ഓ കച്ചവടക്കാരെ. എല്ലാവരും അള്ളാന്റെ റസൂലിനെ വിളിക്കണമെന്നെല്ലാവർക്കും റഫഉ അനാഖഹും, കഴുത്തു പൊക്കി നോക്കി എന്താ നബി തങ്ങൾ പറയണേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന തുജ്ജാറ യുഹ്ശറൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറാ ഇല്ലാ മൻ ഇത്തഖല്ലാഹ വബർറാ വസദഖാ. നിശ്ചയമായും കച്ചവടക്കാര് പരലോകത്ത് ഹാജരാക്കപ്പെടുന്നത് തെമ്മാടിക്കൂട്ടങ്ങളായിട്ടായിരിക്കും. തുജ്ജാറുഹുമുൽ ഫുജ്ജാർ, തുജ്ജാർ കച്ചവടക്കാർ, ഫുജ്ജാർ തോന്നിവാസികൾ. അപ്പൊ തുജ്ജാർ കച്ചവടക്കാര് തോന്നിവാസികളുടെ കൂട്ടത്തിലാ പരലോകത്ത് ഹാജരാക്കപ്പെടുന്നത്. എന്നാ എല്ലാവരും അങ്ങനെ പെടുമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ബിസിനസ് ഹറാമായി പോകൂലേ? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറയുന്നു, ഇല്ലാ മനിത്തഖല്ലാഹ വബർറാ വസദഖാ. ആര് അല്ലാഹനെ സൂക്ഷിച്ച കച്ചവടക്കാരനുണ്ടോ അവൻ ഇതിൽ പെടൂല. അല്ലാഹനെ സൂക്ഷിക്കുന്ന മുത്തഖിയായ കച്ചവടക്കാരൻ ഇതിൽ നിന്നൊഴിവാണ്. പുണ്യം ചെയ്യുന്ന കച്ചവടക്കാരനും ഇതിൽ നിന്നൊഴിവാണ്. സത്യസന്ധത മേൽമുദ്രയായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന കച്ചവടക്കാരും ഇതിൽ നിന്നൊഴിവാണ്. അതെ, പലിശയും അതുപോലെ തന്നെ വഞ്ചനയും ചതിയും കള്ളസത്യവും കളവും നുണയുമൊക്കെ കൂട്ടിക്കലർത്തിയിട്ടുള്ള ബിസിനസ്സുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് മാർക്കറ്റ് കൂടെ അങ്ങനെ നടക്കുക. മാർക്കറ്റിലൂടെ നടക്കുമ്പോ മർറ അലാ സുബ്റത്തി തുആമിൻ, ഒരു ഭക്ഷണത്തിന്റെ കൂന ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്, വിൽപ്പനക്ക് വെച്ച ഭക്ഷണമാണ്. ഫഅദ്ഖല യദഹു ഫീഹാ, അതിന്റെ ഉള്ളിലേക്ക് നബി തങ്ങളുടെ കൈ അങ്ങ് പ്രവേശിപ്പിച്ചു. ഒരു ഗോതമ്പിന്റെ കൂനയാണ്, അതിന്റെ ഉള്ളിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കൈയാണ്ടിട്ടു, കൈയിട്ടിരുന്നു പോയി. ഫനാലത്ത് അസാബിഉഹു ബലലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കയ്യിലതാ നനവ് കാണുന്നു. ഭക്ഷണ വിൽപ്പനക്കാരനോട് ചോദിച്ചു, മാഹാദാ യാ സാഹിബ തുആം, ഓ ഭക്ഷണത്തിന്റെ ഉടമസ്ഥ, എന്താണ് ഞാൻ ഈ കാണുന്നത്? എന്തേ ഈ നനഞ്ഞത് കാണുന്നത്? അദ്ദേഹം പറഞ്ഞു, അസാബത്തുഹു സമാഉ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അത് മഴ നനഞ്ഞതാണ്. അപ്പൊ ഇദ്ദേഹം ചോദിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടക്കാരനോട് ചോദിക്കാണ്, ശരി മഴ നനഞ്ഞതൊരു തെറ്റല്ല, കുഴപ്പമില്ല, പക്ഷേ അഫലാ ജഅൽതഹു ഫൗഖ തുആമി കൈ യറാഹു നാസ്, നീ എന്തേ ഈ ചീഞ്ഞതും നനഞ്ഞതുമായ ഗോതമ്പ് പുറത്തേക്കിടാതെ അത് നീ അകത്ത് വെച്ചതെന്തേ? നിനക്ക് ഈ നനഞ്ഞത് പുറത്തേക്ക് വെച്ചുകൂടായിരുന്നു, എന്നാ പിന്നെ ആളുകൾ അത് കാണുമല്ലോ. ആളുകൾ കാണേ എന്തുകൊണ്ട് ഈ നനഞ്ഞത് നീ പുറത്ത് വെക്കാതെ ഉണങ്ങിയതും നല്ലതും മാത്രം പുറത്തേക്ക് പ്രദർശിപ്പിച്ചിട്ട് നീ വിൽപ്പന നടത്താൻ നോക്കുകയാണോ? മൻ ഗശ്ശ ഫലൈസ മിന്നീ, ആര് ചതിയും വഞ്ചനയും നടത്തുന്നുവോ അവൻ എന്നിൽപ്പെട്ടവനല്ല. ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അന്നത്തെ വഞ്ചന അങ്ങനെയൊക്കെ ഉള്ളൂ. ഇന്ന് കാലഘട്ടം പുരോഗമിച്ചു, ഇന്ന് കാലം പുരോഗമിച്ചു. ഇന്നൊരു ഗോതമ്പിന്റെ കേസൊന്നുമല്ല, ഇന്ന് പലതും എക്സ്പയറി ഡേറ്റ് മാറ്റി എഴുതും. അതുപോലെ തന്നെ എന്നാണ് ഉണ്ടാക്കിയത് മാറ്റി എഴുതും, ഡേറ്റ്, പ്രൊഡക്ഷൻ ഡേറ്റ് മാറ്റി എഴുതും, കമ്പനി മാറ്റി എഴുതും. മേഡ് ഇൻ ജപ്പാൻ എല്ലത്തും എഴുതും. ഏത് ചൈനയാണെങ്കിലും, മേഡ് ഇൻ മലപ്പുറം ആണെങ്കിലും, മേഡ് ഇൻ എടപ്പാളാണെങ്കിലും ഒക്കെ ഉണ്ടാവും ജപ്പാൻ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉണ്ടാകും. അങ്ങനെ പലതും ഒരു മാറ്റി സ്റ്റിക്കർ ഒട്ടിക്കും. മനുഷ്യനെ വഞ്ചിക്കുകയാണ്, നുണ പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി എന്നിട്ടോ വിൽപ്പന നടത്തുമ്പോ പറയും, വല്ല മാർക്കറ്റിൽ അധികം മുഴങ്ങുന്നത് ഇങ്ങോട്ടും വല്ല അങ്ങോട്ടും വല്ല, ഒരു 100 വല്ല അങ്ങോട്ട്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സലാസത്തുൻ, 3 കൂട്ടം ആളുകൾ, ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു അവരെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കും, അവരോട് സംസാരിക്കൂല, മുണ്ടൂല. വലാ യൻദുറു ഇലൈഹിം, കരുണയുടെ ഒരു നോട്ടം പോലും നോക്കൂല. വലാ യുസക്കീഹിം, ഒരു നിലക്കും റബ്ബിന്റെ ഭാഗത്തു നിന്ന് ഒരു കരുണയും അവർക്ക് കിട്ടൂല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട്. 3 തവണ അള്ളാന്റെ റസൂൽ ഇത് ആവർത്തിച്ചപ്പോ സഹാബത്തിന് ബേജാറായി.
ഇത് കേട്ട് നിൽക്കുന്ന അബൂദർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഖാബൂ വ ഖസറൂ മൻ ഹും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ആരാണ് ഈ മൂന്ന് കൂട്ടം ആളുകൾ? അവരുടെ കാര്യം മഹാ പോക്കാണല്ലോ, അവര് പരാജയപ്പെട്ടല്ലോ, അവര് നഷ്ടപ്പെട്ടല്ലോ നബി, ആരാ അവർ? വേഗം പറഞ്ഞു തരൂ. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണുകയാണ്. ഒന്നേ അൽ മുസ്ബിലോ, ഉടുമുണ്ട് നെരിയാണിക്ക് താഴെ ഉടുക്കുന്നവൻ, വസ്ത്രം നെരിയാണിക്ക് താഴെ ഉടുക്കുന്നവൻ. അത് പാൻസ് ആണെങ്കിലും ഏത് വസ്ത്രമാണെങ്കിലും നെരിയാണിക്ക് താഴെ മനഃപൂർവ്വം വസ്ത്രം തൂക്കിയിട്ടാൽ റബ്ബ് നോക്കൂല, മിണ്ടൂല. വലിയ ശിക്ഷയുമാണ് പരലോകത്ത് കിട്ടാനുള്ളത്, നരകത്തിലാണ്. രണ്ടാമത്തത് വൽ മന്നാനു, കൊടുത്തത് എടുത്തു പറയുന്നവൻ. ഞാൻ ചെയ്ത ഉപകാരത്തെ എടുത്തു പറഞ്ഞ്, അതേ നല്ല കാലമാകുമ്പോ ഞാൻ ചെയ്തു കൊടുത്തതാണ്, തെറ്റിയപ്പോ വിളിച്ചു പറഞ്ഞിട്ട് അവനെ അപമാനിക്കുന്നു. ണ്ടോ ഞാൻ കൊടുത്തതാ, ഞാൻ എന്തെന്നാ അവ ആരെ ഇപ്പൊ വലിയ ആളായി പോയില്ലേ. പണ്ട് പാസ്പോർട്ട് എടുക്കാൻ പൈസ ഇല്ലായിട്ട് 100 റുപ്യ എൻ്റെ അടുത്ത് അപ്പം വാങ്ങിയത്, ഇപ്പൊ അവൻ അവിടെ എത്തി. അങ്ങനെ ഞാൻ ചെയ്ത ഉപകാരങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഹദിയയായി കൊടുത്തത്, അതല്ലെങ്കിൽ ഞാൻ നല്ല കാലമാകുമ്പോ നല്ല നിലക്ക് പറഞ്ഞ് തീറ്റിച്ചത് മുഴുവനും തെറ്റിയാൽ വിളിച്ചു പറയുന്നു. കൊടുത്തത് എടുത്തു പറയുന്ന ദുഷ്ടന്മാർ അല്ലാഹു നോക്കൂല, മിണ്ടൂല, പരിഗണിക്കൂല എന്നാ പറഞ്ഞത്. മൂന്നാമത് അവിടുന്ന് പറയുന്നു വൽ മുനഫിഖു സിൽഅതഹു ബിൽ ഹൽഫിൽ കാദിബി, കള്ളസത്യം ചെയ്തുകൊണ്ട് അതേ ചരക്ക് വിറ്റഴിക്കുന്ന മനുഷ്യൻ, കച്ചവടക്കാരൻ, അതേ നുണ പറഞ്ഞിട്ടാ ചരക്ക് വിൽക്കുന്നത്, കള്ളസത്യമാ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ മാതിരി വല്ലാഹി 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 നുണ പറയുകയാണ്. ചിലപ്പോ കൂടുതൽ വിശ്വസിപ്പിക്കും. ചിലപ്പോ അങ്ങനെയുണ്ട് ചില വളവന്മാര്. മാർക്കറ്റ് ചെന്ന് നോക്കിയാൽ പറയും നിങ്ങൾ ഈ മത്തി കൊണ്ടോണ്ടോ. ഇപ്പൊ നമ്മൾ വിചാരിച്ചു നല്ല ഉഷാറട്ടോ, അവനിക്ക് നമ്മളോട് സ്നേഹം ഉണ്ടായിട്ട് കച്ചവടം നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളി എന്നല്ല പറയണ്ടേ. ഇന്നിപ്പോ മൂപ്പര് നമ്മളോട് കൊണ്ടോണ്ടാന്ന് പറഞ്ഞാൽ എന്താ? അത് മൂപ്പർക്ക് നമ്മളോടുള്ള മഹബത്തുകൊണ്ടാ. എവിടെ അത് ട്രിക്ക് വേറെയാ. അപ്പൊ ചിലപ്പോ നല്ല സാധനം ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് കിട്ടൂല, മോശം നല്ല കൊണ്ടുപോയിക്കോളി എന്ന് പറയും. വളരെ പറ്റിക്കും. ചിലപ്പോൾ പല ആളുകളുണ്ടാകും, പലയിടത്തും പല ആൾക്കാരുണ്ടാവും. അത് നിങ്ങൾക്കായതുകൊണ്ടാട്ടോ ഈ വില. സാധാരണ ഇതിന്റെ വില 25 നിങ്ങൾക്കായതുകൊണ്ട് ഞാൻ 25 തരാൻ അറിയില്ലേ. അങ്ങനെയുണ്ട് ഒരു മനുഷ്യനെ പറ്റിക്കല്. എവിടെ ഈ സാധനത്തിന് വില അത്രയൊന്നുമില്ല, പക്ഷെ നിങ്ങളെ ഒന്നാണ് മൊഞ്ചു കൂട്ടിയിട്ട് നിങ്ങളെ വിശ്വസിപ്പിക്കുക. അപ്പൊ കസ്റ്റമർ ഇങ്ങനെ കൃത്യമായിട്ട് കിട്ടി. ഇങ്ങനെ ചതിയും വഞ്ചനയും, ഒരു റേറ്റ് അറിയാത്ത, നിലവാരം അറിയാത്ത കസ്റ്റമേഴ്സിന് പലരെയും ഇതൊക്കെ ഇന്ന് ബിസിനസ് മേഖലയിൽ ഉള്ളതാണ്. അതുപോലെ തന്നെ ഹൽഫുൽ കദിബ്, കള്ളസത്യം, ഇല്ലാത്തത് പറഞ്ഞിട്ട് പെരുപ്പിക്കുക. ഇന്നത്തെ ലോകത്തുള്ള പരസ്യങ്ങളൊക്കെ അങ്ങനെയാണ്. പരസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ഒരു സാധനത്തിന് ഇല്ലാത്തത് അതിനെ പറ്റിയാണ് പറയാ. ഈ സോപ്പാണ് തേച്ചിട്ട് ഒരു സിനിമാ നടന്റെ തൊലിന്ന് കാണിക്കണം. അയാളുടെ തൊലി ഇങ്ങനെ വെളുത്തത് ഈ സോപ്പ് വെച്ച് കുളിച്ചിട്ടാ. വേറൊരു പെണ്ണിന്റെ പല്ലിങ്ങനെ കാണിക്കും. ഓളിപ്പോ ഈ മറ്റേ ഏതാണ് എന്താ പറയാ, ഈ പേസ്റ്റ് തേച്ചിട്ടാണ് ഇപ്പൊ അവൾക്ക്. പിന്നെ ഭയങ്കര അതിന്റെ പിന്നാലെയായി. ഒരു സാധനത്തിന് ഇല്ലാത്തതല്ലേ ആ പറയുന്നത്. പച്ച നുണ പറഞ്ഞിട്ട് സാധനം ചെലവഴിക്കാന്ന് മാർക്കറ്റിന് പരസ്യങ്ങളിലൊക്കെ പലപ്പോഴും അതാ കാണുന്നത്. ഉള്ളതാ പലപ്പോഴും പറയുന്നത്, പലപ്പോഴും അല്ല. സഹോദരന്മാരെ, ഗൗരവത്തോട് ആലോചിക്കണ്ടല്ലേ. അങ്ങനെ പല പെൺ ശരീരം കാണിച്ചുകൊണ്ട് സാധനങ്ങൾ ഇന്ന് മുട്ടുസൂചി, ബക്കറ്റ്, കല്ലുകൊരട്, കാഞ്ഞിരക്കുറ്റി മുതൽ ഏത് സാധനവും വിൽക്കണം. പെണ്ണുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനമാണെങ്കിൽ ഒരു പെണ്ണിങ്ങനെ ഔറത്ത് മറക്കാത്ത ശരീരം തുറന്നിട്ട് ഒരു പെണ്ണ് അതിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കണം, എന്നാലേ ചെലവാവുള്ളൂ. ബോഡി കാണിച്ച് സാധനം ചെലവാക്കുക, ഒരു ബോഡി കാണിച്ച് ശരീരം കാണിച്ച് ആഭരണം ചെലവാക്കുക, ശരീരം കാണിച്ച് വസ്ത്രം ചെലവാക്കുക. സഹോദരങ്ങളെ, പരസ്യ വിപണി അങ്ങനെയല്ലേ? ഒക്കെ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത്. ആരെയും കുറ്റപ്പെടുത്താനല്ല, ആലോചിക്കണം. നമ്മൾ ആലോചിക്കേണ്ടതാണ് ഇതൊക്കെ. ഒരു മുസ്ലിമിന് അവന്റേതായ ഐഡന്റിറ്റി ഇല്ലേ? അപ്പോ ഇല്ലാത്ത മേന്മകൾ പറഞ്ഞു പൊലിപ്പിക്കുന്ന ആ നിലക്കുള്ള കാര്യങ്ങൾ ഏത് രംഗത്ത് തൊഴിൽ ചെയ്യുന്ന ആളുകളും എന്ത് ചെയ്യണം? വളരെയേറെ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. അപ്പൊ എവിടെയൊക്കെ ഇസ്ലാമികമായിട്ട് നമ്മുടെ കടമകളും കടപ്പാടുകളും നമ്മൾ പാലിക്കേണ്ടതുണ്ടോ അവിടെയൊക്കെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം, എന്റെ തൊഴിൽ എന്റെ ഉടമ മാത്രമല്ല കാണുന്നത്, എന്റെ റബ്ബ് കാണുന്നുണ്ട്. എന്റെ റബ്ബാ എന്നെ കൺട്രോൾ ചെയ്യുന്നത്. ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ വഞ്ചന വരുത്തുന്നു. ഇപ്പോ എല്ലായിടത്തും ആളുകൾ ചിലപ്പോൾ വളരെ സജീവവും എന്താ, എല്ലായിടത്തും CCTV ഉണ്ട്, ക്യാമറ ഉണ്ട്. അതുകൊണ്ട് പണിയെടുത്തില്ലെങ്കിൽ ഒക്കെ കാണും, മനസ്സിലാവും. ഇതൊന്നുമില്ല, CCTVക്ക് കേടായ വിചാരിക്കാം, നമുക്കെന്താ ബാധ്യതല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാ ഒരു CCTV ഒന്നും വേണ്ട, ഒരു ക്യാമറയും നമ്മളെ നിയന്ത്രിക്കണ്ട. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതും വലാ നൗം. അവനാ നമ്മളെ നോക്കുന്നത്. ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം.
ഏത് ക്യാമറയും കേടുവരും, ഏത് മുതലാളിയുടെ ഉദ്യോഗസ്ഥനും ക്ഷീണം വരും. നിങ്ങൾ നോക്കിയിരിക്കുന്ന മുതലാളി മേലുദ്യോഗസ്ഥനും ഉറങ്ങിപ്പോയി എന്ന് വരും, മയങ്ങിപ്പോയി എന്ന് വരും, രോഗിയായി എന്ന് വരും. നിന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, നിന്നെ കണ്ണുകൊണ്ടിരിക്കുന്ന അമാനത്തുകൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിടത്ത് അള്ളാഹ് അവസാനിപ്പിച്ചത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാണ്. ഇന്നല്ലാഹ കാന സമീഅൻ ബസീറാ. നിശ്ചയം അല്ലാഹ് എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. ആ കണ്ണുകൾക്ക് മയക്കമില്ല, ആ കണ്ണുകൾക്ക് ഉറക്കമില്ല. എപ്പോഴും അവൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. ആകാശഭൂമികളും മുഴുവനും അതേ പരിപാലിച്ചു കൊണ്ടിരിക്കുമ്പോ റബ്ബിന് അവയുടെയൊക്കെ കൺട്രോളിൽ ശ്രദ്ധിച്ചിട്ട് ഒരു ക്ഷീണവും പ്രയാസവും ഒക്കെ പിടിപെടൂല. വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അടച്ചവന് ഒരു പ്രയാസം ഒന്നും ഉണ്ടാക്കൂല, ഒരു ബുദ്ധിമുട്ടുമില്ല. നിന്റെ റബ്ബ് ഒരിക്കലും അശ്രദ്ധനല്ല, റബ്ബൊരിക്കലും അശ്രദ്ധനല്ല, എപ്പോഴും ശ്രദ്ധയോടെയാണ്. ആ ഒരു ബോധം പ്രിയമുള്ളവരെ ജീവിതത്തിന്റെ ഏത് മേഖലയിലും ഒരു മുസ്ലിം ഉദ്യോഗസ്ഥൻ എന്ന നിലക്ക്, ഒരു മുസ്ലിം തൊഴിലാളി എന്ന നിലക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ അതാ നമ്മുടെ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് ആ ഡ്യൂട്ടി നിർവഹിച്ച് വീട്ടിലേക്ക് എത്തുവോളം ആ ബോധം നമുക്കുണ്ടായാൽ നമ്മുടെ ഓരോ ദിവസവും നമുക്ക് വലിയ മുതൽക്കൂട്ടായിരിക്കും. അല്ലെങ്കിലോ ഓരോ ദിവസം കൊണ്ടും നമ്മൾ ഇങ്ങനെ നരകം വാങ്ങലായിരിക്കും. അതുകൊണ്ട് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ഓരോ ദിവസങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ ഫലപ്രദമായി തീരുന്ന ദിവസങ്ങളാക്കി തീർക്കുമാറാകട്ടെ. മനുഷ്യരാണ്, അപാകതകൾ എമ്പാടും വന്നുപോയിട്ടുണ്ടാകും. എല്ലാം അറിയുന്ന നാഥനോട് പറഞ്ഞാൽ അവൻ പൊറുക്കാത്തതായി ഒന്നുമില്ല. അവൻ ഗഫൂറാണ്, അവൻ ഗഫാറാണ്, അവൻ റഹീമാണ്. അവനോട് പറയുക, ശിഷ്ടജീവിതം നന്നാക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് കരുത്തും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബാദികളെയും എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد.